ഫെബ്രുവരി 26 കുംഭമേളയുടെ ലാസ്റ്റ് ദിവസം. ആ ലാസ്റ്റ് ദിവസം വരെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. 27 വൈകുന്നേരമൊക്കെ ആയപ്പോൾ തിരക്ക് നല്ല രീതിയിൽ കുറഞ്ഞു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ നേരെ വന്ദേ ഭാരത് പിടിച്ച് വാരണാസിക്ക് പോയി. ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. ഞങ്ങൾ വാരണാസി എത്തിക്കഴിഞ്ഞപ്പോൾ റൂം തപ്പി കുറേ നടന്നു കേട്ടോ. അവിടെ ഇപ്പോൾ നല്ല തിരക്കാണ്. അങ്ങനെ റൂം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ലാസ്റ്റ് റൂം കിട്ടി. പിന്നെ ഒത്തിരി ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനില്ല. കാരണം തന്നെ വേഗം തന്നെ റെഡിയായി പുറത്തിറങ്ങി കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് ഞങ്ങൾ പോകുമായിരുന്നു. പിന്നെ ഈവനിങ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫ്രൂട്ട് കണ്ടോ? ഈ ഫ്രൂട്ട് ഞാൻ ആദ്യം വിചാരിച്ച് എല്ലാം കൂടെ ഒരൊറ്റ ഫ്രൂട്ടാണെന്ന്. അല്ല കേട്ടോ, ഒത്തിരി ഫ്രൂട്ട് ഒരുമിച്ച് അവരിങ്ങനെ കെട്ടി വെച്ചേക്കുവാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിനൊരുമാതിരി തക്കാളിയുടെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ ബനാറസ് സിൽക്സ് കാണാനായിട്ട് കടകളിൽ കയറാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ സ്ട്രീറ്റിൽ കണ്ടതൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് അങ്ങ് പോയി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ കയറാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി കേട്ടോ. അവിടെ വലിയ ക്യൂ ആണ്. ഘട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്യൂ ആയിരുന്നു ക്ഷേത്രത്തിലോട്ട്. അങ്ങനെ നേരെ ഞങ്ങൾ വിചാരിച്ചു ഘട്ടിലോട്ട് പോകാമെന്ന്. അവിടെയും ഒരു പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികളൊന്നുമില്ല, കാൽനടയായിട്ട് നടന്ന് തന്നെ പോകണം. ഈ തിരക്ക് കാരണമാണ്. പിന്നെ ഘട്ടിലെത്തി ഓരോ ഘട്ടിലായിട്ട് ഇങ്ങനെ മാറി ലാസ്റ്റ് ഞങ്ങൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ മണികർണിക ഘട്ടെത്തി. അവിടെയാണ് നമ്മുടെ ദഹനം നടക്കുന്ന സ്ഥലമില്ലേ. അവിടെ എത്തിക്കഴിയുമ്പോൾ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു നെഗ് ഫീലൊക്കെ വരും കേട്ടോ. ഇങ്ങനെ ഡെഡ് ബോഡീസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളൊരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുള്ളിൽ തന്നെ ഒരു 10 ഡെഡ് ബോഡിയെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പേരും നാളും ഒന്നും കാണത്തില്ല. എല്ലാവർക്കും ഓരോ ടോക്കൺ നമ്പർ കാണും. ആ ടോക്കൺ അനുസരിച്ചാണ് ഓരോരുത്തരെയായിട്ട് ദഹിപ്പിക്കുന്നത്. 24 hours അവിടെ വർക്കിംഗ് ആണത്. നമ്മൾ ലൈഫിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കും അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും. ഒരു അരമണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് റൂമിലെത്തി ഫ്രഷായി പിറ്റേ ദിവസം വീണ്ടും ഇറങ്ങി കേട്ടോ. 3 മണിക്കാണ് അടുത്ത ട്രെയിനുള്ളത്. അത് കാരണം ഒരു 2 hours ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ കട്ടിപ്പോയി ഒരു ബോട്ട് എക്സ്പീരിയൻസ് ഒക്കെ എടുത്തു. അങ്ങനെ ബോട്ട് എക്സ്പീരിയൻസ് എടുത്ത് നേരെ യാത്ര ആദ്യം ചെറുതായിട്ട് പേടിയായിരുന്നു. പിന്നെ അവനങ്ങ് ചില്ലായി. അവിടെ നിന്ന് പിന്നെ നേരെ ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ ഞങ്ങൾ ഫ്ലൈറ്റിലാണ് റിട്ടേൺ വന്നത്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ യാത്രയുടെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അവൻ എന്തൊക്കെയോ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സംഭവം നല്ല രീതിയിൽ ഞങ്ങൾ 3 പേരും ടയേർഡായിരുന്നു. അങ്ങനെ പിന്നെ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ മാർച്ച് 2 യാത്രയുടെ ബർത്ത്ഡേയും കൂടെയാണ്. അങ്ങനെ മാർച്ച് 2 അവിടെ ചെറുതായിട്ടൊന്ന് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് റിട്ടേൺ വീട്ടിലോട്ടിങ്ങ് പോകുന്നു. മാർച്ച് 2 ഈവനിങ് ആയപ്പോഴത്തേക്കും. അപ്പോൾ ഇനി ക്രാഫ്റ്റ് വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ ടാറ്റാ ബേബി.